ഹായ് ഗൈസ്, ഞങ്ങൾ പിറ്റേ ദിവസം ഒരു 6 മണിയൊക്കെ ആയപ്പോൾ എണീറ്റു. ഉറക്കത്തിൽ നിന്ന് എണീറ്റ ഇതിൽ വട ഉറങ്ങിക്കൊണ്ടേയിരിക്കുന്നു. ഇവിടെ പുറത്ത് ഭയങ്കര മഞ്ഞാണ്. ഭയങ്കര മഞ്ഞ് പറഞ്ഞാൽ അത്യാവശ്യം കാടൊക്കെ നിറഞ്ഞിട്ടുണ്ട്. ഞങ്ങളത് കാണാൻ വേണ്ടി ഇറങ്ങാം. ഇതാണ് ഞങ്ങൾ ഇന്നലെ നിന്ന സ്ഥലം. ഇതാണ് ഞങ്ങൾ നിന്ന KSRTC ഹോം സ്റ്റേ സ്ലീപ്പർ. ഇവിടെ കാര്യമായിട്ടില്ല, കുറച്ചുള്ളൂ. നമ്മൾ വണ്ടിയുടെ ഉള്ളിൽ നിന്ന് നോക്കി അത്രയൊന്നുമില്ല, പക്ഷെ നല്ല രസമുണ്ട് കേട്ടോ കാണാൻ. ഇവിടുത്തെ മലകളും. ഞങ്ങളിതൊന്നും ഇന്നലെ കണ്ടിട്ടില്ല. ഞങ്ങൾ രാത്രി വന്നപ്പോൾ ഇതൊന്നും കണ്ടിട്ടില്ല. അതായത് നമ്മളുടെ സാധാരണ എന്താ പറയുക, KSRTC സ്റ്റാൻഡ് തന്നെ. അതിൽ അവർക്ക് എടുക്കാനുള്ളൊരു സെറ്റപ്പ് ഉണ്ടാക്കിയാണ്. നല്ല രസമുണ്ട് കാണാൻ, നല്ല രസമുണ്ട്. ഇത് ക്യാമറയിൽ ഫോണിൽ കാണുമ്പോൾ എത്ര അടിപൊളിയായിരിക്കും എന്നറിയില്ല. അവിടെയൊക്കെ അതേ മഞ്ഞ് പൊങ്ങണ കാണാം. ആ മരങ്ങളുടെ ഇടയിൽ കാണാൻ പറ്റുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. സംഭവം വൈബാട്ടാ, നല്ല രസമുണ്ട് ഗൈസ്. ഹായ് ഗൈസ്, ഞങ്ങള് ഒന്ന് ഫ്രഷ് ആയി. ഞാൻ മാത്രമേ കുളിച്ചിട്ടുള്ളൂ, ഇവരാരും എന്നാവൻ പറയണു. അപ്പൊ ഞങ്ങള് ചെറിയൊരു ചായ കുടിക്കാൻ വേണ്ടി ഇറങ്ങാം. ചായ കുടിച്ച് പിന്നെ ഞങ്ങള് ഇന്നത്തെ ജേർണി സ്റ്റാർട്ട് ചെയ്യും അല്ലേ? ഫസ്റ്റ് എങ്ങോട്ടാ? ടോപ്പ് ഹിൽസ്. സോറി, ടോപ്പ് സ്റ്റേഷൻ. അത് വട്ടവടയിൽ നിന്ന് ഒരു 11 കിലോമീറ്റർ ഡിഫറൻസ് ഉള്ളു. അപ്പൊ നമ്മള് നേരെ ടോപ്പ് സ്റ്റേഷൻ പോയിട്ട് അവിടുന്ന് വട്ടവട പോകും. അപ്പൊ അങ്ങനെയായിരിക്കും നമ്മളുടെ യാത്ര. നമ്മളെന്തായാലും ഗോ ത്രൂ ഫുൾ കാണിക്കാം ഗൈസ്. ഇന്നലെ വണ്ടി തട്ടേണ്ടിയാണ് ഈ കാണുന്നത്. കൊണ്ടുവന്നതാണ് ഗൈസ്. അതെ, ഗ്രീസ് അത്. കുളായി കുളായി കുളായി. വണ്ടി കിട്ടിയ പോയി. പക്ഷെ വല്ലാത്തൊരു നൊമ്പരമായി പോയി നമുക്കത്. നമ്മൾ എക്സ്പെക്ട് ചെയ്തില്ല. അതെ, നമ്മുടെ ഒരു മിസ്റ്റേക്കും ഇല്ല അവിടെ. അതെ, മര്യാദയ്ക്ക് ഓടിച്ചിരുന്നെങ്കിൽ ഒരു പ്രശ്നമില്ലായിരുന്നു. ഗൈസ്, നമ്മൾ ചായ കുടിക്കാൻ പോയിക്കൊണ്ടിരിക്കുക. പാട്ടി ചായ കുടിക്കാൻ പോവാ. പാട്ടി ചായ, ഒരു പാട്ടി ഉണ്ടാക്കി തരുന്ന ചായ. ഇത്തിരി ഹെവി ആയിരിക്കുന്നാണ് പാട്ടി തന്നെ പറഞ്ഞത്. എന്താ കിട്ടും, കിട്ടാണ്ടിരിക്കില്ല. ഏലക്കിട്ട ചായ, ഏലക്കിട്ട ചായ അതാണ് സ്പെഷ്യൽ. നമ്മൾ അതിന് വേണ്ടിയിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ ഓൾറെഡി അങ്ങോട്ട് പോയിരുന്നു പേസ്റ്റ് മേടിക്കാൻ. അപ്പോഴാണ് നമുക്ക് അവിടുത്തെ വൈബ് മനസ്സിലായത്. നമ്മളിത് ഈ അമ്മൂമ്മയുടെ അവിടെ വന്നിട്ടാണ് ചായ കുടിക്കാൻ പോകുന്നത്. ഫസ്റ്റ് എനിക്കിതാ, അല്ലെങ്കിൽ ഞാൻ വീഡിയോ എടുക്കുമ്പോ കൊളവും. മാസയില് തണവല്ലേ ഇറങ്ങാൻ പറ്റൂ? നല്ല തണവല്ലേ ഇറങ്ങാൻ പറ്റൂ? അതെ, ഞങ്ങൾ ആദ്യമായിട്ടാ. അതെ അതെ, ജനുവരിയിൽ ഒരാടുത്ത്. അതെ, ഓ ചായ നമ്മുടെ ഏലക്കായിട്ട് ചായ. ചായ എങ്ങനെയുണ്ട്? ചായ സൂപ്പർ. എങ്ങനെയുണ്ടായി ചായ? എങ്ങനെയുണ്ട്?
സൂപ്പർ ചായ. അതായത് നമ്മളുടെ ഈ KSRTC ഡെപ്പോ അവിടെ നിന്ന് ചെറിയൊരു ഇടവഴി കയറി ഒരു 100 മീറ്റർ നടക്കാവുള്ളൂ. ഓപ്പോസിറ്റ് ഉള്ള ഒരു ചെറിയ ഇടവഴി കയറിയിട്ട് ചായയിലുപരി സ്നേഹം. അതെ, അമ്മയുടെ വർത്താനം നൈസായിരുന്നു. നമ്മളെ പെട്ടെന്ന് തന്നെ എന്താ പറയാ ആകർഷിക്കും. അങ്ങനെ ഒരു പ്രത്യേക കൈൻഡ് ഓഫ് ടോക്ക്. ആ ടോക്കിലാണ് ഞങ്ങൾ വീണത്. നമുക്ക് പോകാനുള്ള സ്ഥലങ്ങളൊക്കെ, അതെ, പോകാനുള്ള സ്ഥലങ്ങളൊക്കെ പറഞ്ഞു തന്നു. അതൊക്കെ സർപ്രൈസ് ആണ് അല്ലേടാ? അതൊക്കെ സർപ്രൈസ് ആണ്. ദോശ എങ്ങനെയുണ്ടാ? രാത്രി വെച്ച് നോക്കുമ്പോ ഇന്നലെ അയച്ച ദോശ നെയ് റോസ്റ്റ് ആയിരുന്ന. ഇന്നലെ അയച്ച നെയ് റോസ്റ്റ് വേറെ മൂട്. ഗായ്സ്, നമ്മളങ്ങനെ ടോപ്പ് സ്റ്റേഷനിലേക്ക് യാത്ര തുടങ്ങി. ഇറങ്ങിയിട്ടുള്ള ഇവിടുന്ന് തണവൊക്കെ മാറി തുടങ്ങി. കുറച്ചൊക്കെ വെയിലടിച്ച് ചൂടൊക്കെ ആയി തുടങ്ങി. സുഖമുണ്ട് ഇപ്പോ. ക്ലാസ് ആയിട്ട് ഇവിടുന്നൊരു 18 കിലോമീറ്റർ കറക്റ്റ് ടോപ്പ് സ്റ്റേഷൻ. അവിടെ നിന്ന് ഒരു 11 കിലോമീറ്ററോ മറ്റോ അത്രയല്ലേ ഉള്ളു വട്ടവടക്ക്. അവിടെ നിന്ന് അത്രയും ഇങ്ങോട്ട് ഉള്ളു വട്ടവടക്ക്. നമ്മളങ്ങനെ പ്ലാൻ ചെയ്തിട്ടാണ് പോണത്. നമുക്ക് കാണാം. മാട്ടുപെട്ടില്ല. പ്രേമത്താൽ കൂത്താടുന്നേ അതിലാദ്യത്തെ തേൻ തുള്ളി എന്താണ് പെണ്ണേ നീ മിണ്ടാതെ നിൽക്കുന്നു, എന്നാണ് നിൻ കല്യാണം? കണ്ണിൽ കണ്ണിൽ കാണാകിനാരം. ഞാൻ സാധാരണ ഞങ്ങളിപ്പോ ഒരു എക്കോ പോയിന്റിലേക്ക് വന്നേക്കാണ്. ഇത് ഈ കാണുന്നത് ഫുള്ള് ഈ അറ്റം തൊട്ട് ആ അറ്റം വരെ എക്കോ പോയിന്റ് ആണ്. നമ്മളെങ്ങോട്ട് പോണ വഴിക്കായിരുന്നു? ടോപ്പ് സ്റ്റേഷൻ പോണ വഴിക്ക്. ടോപ്പ് സ്റ്റേഷനിലേക്ക് ഇവിടെ നിന്ന് ഇനിയൊരു 15 കിലോമീറ്റേഴ്സ് ഉണ്ട്. ഞങ്ങൾ ആ വഴിയിലാണ് ഈ ഒരു സീനറി കണ്ടപ്പോൾ ഇവിടെ ഇറങ്ങിയത്. 18 കിലോമീറ്റർ. അതെ, മൂന്നാറിന് ഒരു 18 കിലോമീറ്റർ ഈ എക്കോ പോയിന്റിലേക്ക് ഉണ്ട്. ഇവിടെ കാണാൻ നല്ല രസാട്ടോ. നല്ല അടിപൊളി വൈബിൾ ഒരു സ്ഥലമാണ്. നമ്മളിതേ ഇത് ഇവിടെ നിന്ന് കാറ് നിർത്തി. അവിടെ കാറ് നിർത്തി ആ വഴിയാണ് നമ്മൾ പോവുക. അവിടെ നിന്ന് കാറ് നിർത്തി ഇവിടെ നിന്ന് ഇറങ്ങി വന്ന് ഇത് ഇങ്ങോട്ട് വരികയാണ്. ഇതാണ് വ്യൂ. ഇതിൽ ഫ്രണ്ടിൽ പോകുന്നുണ്ട്. എക്കോ പോയിന്റിന്റെ വൈബ് നല്ല രസമുണ്ട്. കാരണം അതായത് നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാൾ ഹെവിയാണ് അപ്പുറത്തുനിന്ന് പറഞ്ഞ എക്കോ. ആദ്യം നമ്മൾ വിളിച്ചു നോക്കിയപ്പോ കാര്യമായിട്ട് വലിയ വോയിസ് ഒന്നും വന്നില്ല. പക്ഷെ ഒന്ന് ഓടിയിട്ട് വിളിച്ചപ്പോഴാണ് അതിന്റെ രസം മനസ്സിലായത്. നമ്മളങ്ങനെ ടോപ്പ് സ്റ്റേഷൻ എത്തി. ടോപ്പ് സ്റ്റേഷൻ അല്ലേ? ടോപ്പ് സ്റ്റേഷൻ എത്തി. അത്യാവശ്യം ഹൈറ്റിലാണ്. അപ്പുറത്ത് മലകളൊക്കെ ഇന്നെ കാണാറുള്ളൂ. അവിടേക്ക് നോക്കിയോ, അവിടെ നമ്മളുടെ ഫ്രണ്ടിലാണ് വ്യൂ പോയിന്റ് തോന്നുന്നത്. നമ്മളങ്ങോട്ട് നടന്നുകൊണ്ടിരിക്കുക. കാറ് കുറച്ച് ബാക്കിലാണ് ഇട്ടാണ്. അധികം തിരക്കില്ല, തിരക്ക് കുറവാണ്. വെയിലുണ്ട്, പക്ഷെ വലിയ പുഴുക്കം ഇല്ല. അത്യാവശ്യം നല്ല തണുത്ത കാറ്റൊക്കെ ഉണ്ട്. കുറച്ച് നടക്കാണ്ട് അങ്ങോട്ട് ഉള്ളിലേക്ക്. നമുക്ക് സമ്മറിൻ ബദ്ലേമില് നമ്മളുടെ മഞ്ജു ചേച്ചി കടിച്ച് തിന്നണ പോലെ നമ്മളിങ്ങനെ കടിച്ച് നടക്കാൻ പോവാ. തണ്ടടക്കം തണ്ട് തിന്നില്ല. തണ്ടടക്കം നമുക്ക് ക്യാരറ്റ് തണ്ടടക്കം ക്യാരറ്റ് ഇട്ടിട്ടുണ്ട് മുകളിൽ. കൊരങ്ങനെ
ആ കൊണ്ടടക്കാൻ ക്യാരറ്റ് കിട്ടിയിട്ടുണ്ട് 30 രൂപയുള്ളൂ ഈ ഒരു കെട്ട് മൊത്തം 30 രൂപയുള്ളൂ. നമ്മളിനി ഇതിങ്ങനെ നമ്മളിത് ഇങ്ങനെ കടിച്ചിങ്ങനെ നടക്കാൻ പോകും. അവിടുത്തെ വ്യൂ ഒക്കെ കണ്ട് വയറുകളൊക്കെ കണ്ടിരുന്നാൽ മതി. നോർമൽ ക്യാരറ്റ് തന്നെ, പക്ഷെ തണ്ടൊക്കെ കാണുമ്പോ ഒരു കൗതുകം അത്രേ ഉള്ളൂ. ഫ്രഷ് ആണ്. പിന്നെ പക്ഷെ 30 രൂപയുള്ളൂ. നമ്മൾ അത്യാവശ്യം കിട്ടി. ഇതിന് അത്ര വിലയുണ്ടെന്ന് എനിക്ക് കറക്റ്റായിട്ട് അറിഞ്ഞോളാം. അങ്ങനെ ഇരിക്കും. പക്ഷെ അവര് ഈ തൊലിയൊക്കെ ചെത്തി കളഞ്ഞിട്ടാട്ടോ തന്നാണ്. സാധാരണ നമ്മൾ വീട്ടിലൊക്കെ മേടിച്ചു കഴിഞ്ഞാൽ ഈ തൊലിയൊക്കെ നമ്മളാണ് ചെത്തി കളയാറ്. ഇത് പക്ഷെ അതൊക്കെ ചെത്തി കളഞ്ഞ് നല്ല തണവുള്ള ക്യാരറ്റ്. തണവുണ്ടല്ലേ, ചെറിയൊരു തണവൊക്കെ ഉണ്ട്. മൂടാണ്. ഇതാണ് നമ്മുടെ വ്യൂ. പക്ഷെ നമുക്ക് കുറച്ചും കൂടെ അങ്ങോട്ട് പോവാണ്ട്. ഇതൊരു ചെറിയൊരു മാർക്കറ്റ് സൈഡ് പോലെ. ഇപ്പുറത്ത് ചെരുപ്പും കടകളും. പക്ഷെ ഒന്നും തുടങ്ങിയിട്ടില്ല. നമ്മൾ നേരത്തെ വന്നു. നമ്മളൊരു 9 മണിക്ക് മുന്നേ ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പൊ നമ്മളിത് ഇങ്ങനെ നടന്ന് കാഴ്ചകളൊക്കെ തിരക്കും കുറവാ, ചൂടും കുറവാ, കടകളൊന്നും തുറന്നിട്ടില്ല. നമ്മളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുക. ഗൈസ് നോക്ക് ഗൈസ്, ആനിമേ പ്രാന്തന്മാര് ഇവിടെ വന്നു കഴിഞ്ഞാൽ എന്തായാലും മുതലാണ്. സാഞ്ചി സാൻ ഉണ്ട് ഇവിടെ. സോറോ ഉണ്ട് ഗൈസ്. ഇവിടെ സോറോ, ഇറ്റാച്ചി, ലൂഫി, മുഗിവരായ റൊണാൾഡോ. ബെസ്റ്റ്. അതാണ് മെസ്സി. ഇവിടെ പല സാധനങ്ങളുണ്ട്. എല്ലാം ക്യൂട്ടാണ് കാണാൻ. സാഞ്ചിനെ കാണാൻ ഒരു രക്ഷയില്ല. സാഞ്ചി വെരി ക്യൂട്ട്. സാഞ്ചി സ്വാൻ ഒക്കെ അത്ര പെർഫെക്ഷൻ ഒന്നുമില്ല. ഒരു കോമിക്കാണ്. ഇത്തിരി കോമഡി രീതിയാണ്. ഞങ്ങളങ്ങനെ ടോപ്പ് സ്റ്റേഷനിൽ വന്നിട്ട് ഇവിടുത്തെ വ്യൂ പോയിന്റിൽ കയറിയിരിക്കുകയാണ്. ഒരു വലിയൊരു എന്താ പറയാ, ഒരു വ്യൂ പോയിന്റ് അവർ പണിത് വെച്ചിട്ടുണ്ട്. അതിന്റെ മുകളിലാണ് കയറി നിന്നാണ്. ഇതാണ് ഇവിടുത്തെ ടോപ്പ് വ്യൂ. ഇവിടെ നിന്നുള്ള വ്യൂ നമ്മൾ കാണിച്ചു തരാം. ഓക്കെ, ഇതാണ് ഗൈസ് ഇവിടുത്തെ വ്യൂ. ഇത് കണ്ടില്ലേ, നമ്മളിപ്പോ ആ മലേനേക്കാളും കുറച്ച് താഴെയാണ്. അത്രേ ഉള്ളൂ വ്യത്യാസം. അവിടെ ഇപ്പുറത്ത് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഫുൾ വ്യൂ ആണ്. ഫുൾ വ്യൂ പറഞ്ഞാൽ ഹെവി വ്യൂ ആണ്. അങ്ങനെ നമ്മള് തിരിച്ചു പോയിക്കൊണ്ടിരിക്കുക. ടോപ്പ് സ്റ്റേഷൻ കഴിഞ്ഞു. അവിടെ ജസ്റ്റ് ഞങ്ങൾ കുറച്ച് ഫോട്ടോസ് ഒക്കെ ഒന്ന് എടുത്തു. അവിടെ നിന്ന് ഇപ്പോൾ തിരിച്ചിറങ്ങി. നമ്മൾ വണ്ടി വെച്ചോടത്തേക്ക് പോവാ. അവിടെ നിന്ന് നേരെ വട്ടോടക്ക് ഇവിടെ നിന്ന് ഒരു 11 കിലോമീറ്റർ അത്രയൊക്കെ ഉള്ളൂ. അവിടെ നിന്ന് നേരെ കൂശിപ്പടച്ച് പോയിട്ട് വട്ടവടത്തെ ഗ്രാമം അങ്ങനത്തെ കുറെ സംഭവങ്ങളൊക്കെ കണ്ട് പതുക്കെ നേരെ തിരിച്ച് മൂന്നാർ. അതാണ് ഞങ്ങളുടെ പ്ലാൻ. എപ്പോഴാണ് തിരിച്ച് മൂന്നാർ എത്താന്ന് വലിയ പിടിയില്ല. പിന്നെ ഇന്നത്തെ കൂടെ സ്റ്റേ കഴിഞ്ഞിട്ട് നാളെ പോകുന്നു. നമ്മളങ്ങനെ വട്ടവട ഗ്രാമപഞ്ചായത്തേക്ക് കയറി. ഇനി ഒരു 5 കിലോമീറ്റർ അങ്ങോട്ട് കാട് മാത്രമാണ്. അപ്പൊ നമ്മള് ഒരു 5 കിലോമീറ്റർ കോൺസ്റ്റന്റ് ആയിട്ട് നമ്മള് കാട്ടിയോടെ പോകണം. പിന്നെ വട്ടവട പോയി കഴിഞ്ഞാൽ തിരിച്ച് 6 മണിക്കുള്ളിൽ ഇറങ്ങി വരണം. അങ്ങനെയൊക്കെ ഉണ്ട്. അവിടെ സ്റ്റേ ഒന്നും ഇല്ല എന്നാണ് വടസാറ് പറഞ്ഞത്. നമുക്ക് സ്റ്റേന്റെ കാര്യം പറഞ്ഞിട്ടില്ല. നമുക്ക് അവിടെ ഒന്ന് ചോദിച്ചു നോക്കാം. എന്തായാലും നമ്മൾ സ്റ്റേ നോക്കണില്ല. സ്റ്റിൽ നമുക്കൊന്ന് നോക്കി നോക്കാം. അഥവാ ഉണ്ടെങ്കിലോ അല്ലേ? അതെ, ഒട്ടനടി അറിയിക്കും. വഴിയൊക്കെ നൈസ് വഴി തന്നെ. അവിടെ ഒരു ചെമ്മങ്ങണ്ടം ഇരിക്കറിയില്ലല്ലോ. അപ്പൊ വേണ്ട. നോക്കിയാലോ? ഇതാണ് ഇവിടുത്തെ വട്ടവട. ശരിക്കും ഒരു ഗ്രാമമാണ്. കുറെ കുഞ്ഞു കുഞ്ഞു വീടുകൾ, അങ്ങനെയുള്ള ഒരു സെറ്റപ്പാണ്. ഈ വഴിയൊക്കെ ശരിക്കും ആസ്വദിക്കാൻ പറ്റിയ വഴിയാണ്. നമുക്കിവിടെ വണ്ടി അങ്ങനെ കുറെ നിർത്തിയിടാനൊന്നും പറ്റില്ല. സ്വിറ്റ്സർലാൻഡ് നീ പോയിട്ടുണ്ട്. വണ്ടിയൊക്കെ പറഞ്ഞതും ആ പോണ വഴികൾ ഒക്കെ ഭയങ്കര രസമുണ്ട് കാണാൻ. പയ്യെ പോയാൽ ഇവിടെ എന്തൊക്കെയുണ്ട്, റിസോർട്ടൊക്കെ തോന്നുന്നു ഇവിടെ. അതേപോലെ ട്രക്കിങ്, ക്യാമ്പിങ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട്.
ഓ പാമ്പാടും ഷോള നാഷണൽ പാർക്ക് ഇതേ കണ്ടില്ലേ ഗൈസ്, അതാണത്. ഗൈസ് നമ്മൾ വട്ടവാട് എത്തിയിട്ട് ഇപ്പൊ ചെറിയതല്ല വലിയൊരു സ്ട്രോബെറി ഫാം, അതേപോലെ ഒരു മ്യൂസിയം, പിന്നെ ഒരു വാട്ടർഫോൾസ്. ഇത് കാണാൻ വേണ്ടി നമ്മളൊരു ഓട്ടോയിൽ പോയിക്കൊണ്ടിരിക്കുക. ഏകദേശം ഒരു 500 റുപ്പീസിന്റെ ചെലവാണ് വരുന്നത്. ജീപ്പിലൊക്കെ പോകാം, 2000 ഒക്കെ പറയണ, പക്ഷെ അത് കുറെ ഉണ്ട്. നമ്മള് കുറച്ച് മാത്രമേ പോകുന്നുള്ളൂ. വ്യൂ പോയിന്റ് ഒക്കെ നമ്മൾ കട്ട് ചെയ്തു. നമ്മൾ ഓൾറെഡി ഒരു വ്യൂ പോയിന്റ് കണ്ടതാണ്. അപ്പോൾ വ്യൂ പോയിന്റ് കട്ട് ചെയ്തു. പകരം ഇങ്ങനെ ചെറിയ ചെറിയ സംഭവം, സ്ട്രോബെറി ഫാം, അതേപോലെ ഒരു ഹണി മ്യൂസിയം, പിന്നെ ഒരു വെള്ളച്ചാട്ടം. അങ്ങനെ കുറച്ച് സംഭവങ്ങൾ മാത്രമേ കാണുന്നുള്ളൂ. ഗൈസ് നമ്മളങ്ങനെ സ്ട്രോബെറി ഫാമിലെത്തിയത്. ഒരു വൃത്തിയായിട്ട വഴി എവിടെയാണ് കുറേ നേരം വന്നത്. നമ്മുടെ ഓട്ടോ ചേട്ടൻ സതീഷ് ചേട്ടൻ ഞങ്ങളെ ഇവിടേക്ക് എത്തിച്ചു. വഴി കുറച്ച് മോശമായിരുന്നു. കാറ് വരൽ എളുപ്പമല്ല, നമ്മുടെ കാറ് വരൽ എളുപ്പമല്ല. ഓൾറെഡി കുറേ പണി കിട്ടിയതാണ്. അപ്പോൾ പിന്നെ വേണ്ട വെച്ചു. അപ്പോൾ നമ്മൾ ഈ ബാക്കിൽ കാണുന്നത് മൊത്തം ഫാമാണ്. ഏകദേശം 4 ഏക്കർ എന്നൊക്കെയാണ് പറഞ്ഞത്. ഇത് ഫുള്ള് ഫാമാണ്. ഫാമിൽ കയറാൻ പൈസ ഒന്നും വേണ്ട. പക്ഷെ ഇവിടുന്ന് ജാമോ അങ്ങനെ എന്തെങ്കിലും സ്ട്രോബെറി ഒക്കെ മേടിക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പൈസ കൊടുക്കണം. അല്ലാണ്ട് ഇതിൽ നമ്മൾ കയറാനൊന്നും പൈസ കൊടുക്കണ്ട. ഫ്രഷ് സ്ട്രോബെറി പൂവ്, സ്ട്രോബെറി ഉണ്ടായിരുന്നു ഫ്രഷ്. ഇവിടെ ഉണ്ടായിട്ടുണ്ട്. ഒക്കെ പച്ചയാണ്. നിങ്ങൾക്ക് കാണാനുണ്ടെന്ന് വിചാരിക്കുന്നു. ഫ്രഷ് സ്ട്രോബെറി. ഫ്രഷ് സാധനം. നേരെ ചെടിന്ന് നേരെ ഇങ്ങനെ കട്ടിക്കണം എന്നൊക്കെ വിചാരിച്ചായിരുന്നു, പക്ഷെ നടന്നില്ല. സൂര്യകാന്തി പൂവൊക്കെ ഉണ്ടോ? ചേച്ചി ചേച്ചി വൈനെവിടെ? കയ്യില് ചുമടി. അതാണ് ഫ്രഷ് സ്ട്രോബെറി. സ്ട്രോബെറി ചെറിയൊരു പുളി, മധുരം, അങ്ങനെയൊക്കെ കൊള്ളാം. ഫ്രഷ് ആയ കാരണം അതിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ട്. എങ്ങനെയുണ്ടായി? സ്ട്രോബെറി കുറച്ച് പുളിയുണ്ട്, ബട്ട് ഫ്രഷ് ആണ്. നല്ല മധുരം അത്ര ഉണ്ടായിരുന്നില്ല, പുളി ഉണ്ടായിരുന്നു. വേറെന്തോ കഴിക്കണ പൈനാപ്പിൾ അല്ല, പൈനാപ്പിൾ മധുരം. മൾബറി മലയാളം മൾബറി ആയിട്ടുണ്ട്. മൾബറി അറിയാം, ചെറുതല്ലേ. അപ്പൊ അതായത് എനിക്കതാ തോന്നിയ മൾബറിയുടെ ടേസ്റ്റ് ആണ് എനിക്ക് തോന്നി. ഗൈസ് നമ്മള് ചെറിയൊരു സ്ഥലത്ത് വന്ന് നിൽക്കുകയാണ്. അതെ അതെ അതെ. അല്ലെങ്കിൽ അൺഎക്സ്പെക്ടഡ് ആയിട്ട് നമ്മൾ തെരഞ്ഞെടുക്കണതൊക്കെ ബ്യൂട്ടിഫുൾ ആയിരിക്കും. ഇത് ഞങ്ങള് സ്ട്രോബെറി ഫാം കഴിഞ്ഞ് വരണ വഴിക്കുള്ള ഒരു ടേണിങ്ങിൽ ഞങ്ങൾ നിന്നു. അതെ നമ്മുടെ ഓട്ടോ. അത് കഴിഞ്ഞ് ഇതാണ് വ്യൂ. നമ്മൾ താഴെന്നാണ് ഇങ്ങോട്ട് മൊത്തം കയറി വന്നേ. നമ്മൾ താഴെ പോയിട്ട് കാർ എടുത്തിട്ട് തിരിച്ചു പോകും. നൈസ് വ്യൂ ആണ്. അങ്ങോട്ട് വഴിയൊക്കെ ഉണ്ട് കേട്ടോ. അതായത് അവിടേക്ക് എന്തോ വഴിയൊക്കെ ഉണ്ട്. അതിന്റെ മണ്ടമേക്ക് കയറാനായിരിക്കും. ഈ മരം വെട്ടണ ആൾക്കാർക്കുള്ള പരിപാടിയൊക്കെ ആയിരിക്കും തോന്നുന്നു. ഇവിടുത്തെ വ്യൂ ഒരു രക്ഷയില്ല. മൂന്നാറത്തും വട്ടവടയത്തും ഇഷ്ടായില്ലേ? നമ്മള് വാട്ടർഫോൾസിന്റെ അടുത്തെത്തി. വണ്ടി നിർത്തിയിട്ട് കുറച്ചധികം നടന്നു പോവാനുണ്ട് എന്നാണ് ആള് പറഞ്ഞത്. അതെ, കുറച്ച് അധികം നടക്കാണ്ട്. നമ്മള് നടന്നുകൊണ്ടിരിക്കുക. ഈ ഒരു വഴിയോടെയാണ് നമ്മള് നേരെ വെള്ളച്ചാട്ടത്തിന്റെ അവിടേക്ക് പോണ. സൈഡിൽ അവിടെ ചെറിയൊരു തോട്. നമ്മളിതിലൂടെ കുറച്ചധികം പോണം എന്നാണ് പറഞ്ഞത്. വെള്ളം ഉണ്ടാവണോ എന്നൊന്നും അറിയില്ല. പക്ഷെ കുളിക്കാനോ അങ്ങനൊന്നും പറ്റില്ല. അതൊക്കെ റെസ്ട്രിക്റ്റഡ് ആണ്. പോയിക്കൊണ്ടിരിക്കുക. ഗൈസ് അങ്ങനെ നമ്മൾ വെള്ളച്ചാട്ടത്തി. സംഭവം വെള്ളമില്ലാത്ത കാരണം തോന്നുന്നു. അത്ര വലിയൊരു വെള്ളച്ചാട്ടമായിട്ട് തോന്നുന്നില്ല. വെള്ളമില്ലാത്ത കാരണമായിരിക്കും. പക്ഷെ ഭയങ്കര ഹൈറ്റ് ഒക്കെ ഉണ്ട്.
ഗൈസ് ഇതാണ് വെള്ളച്ചാട്ടം എന്ന് പറഞ്ഞ സംഭവം വെള്ളം ഭയങ്കര കുറവാണ്, നല്ല കുറവാണ്. ഇല്ലെങ്കിൽ ചിലപ്പോ വൈബ് ഉണ്ടായേനെ. കുത്തിയൊലിച്ച് ചേരുകയാണെങ്കിൽ എന്തായാലും നല്ല വൈബ് ഉണ്ടായേനെ. അപ്പോ ഇങ്ങോട്ടൊന്നും കടക്കാൻ പറ്റാത്ത അവസ്ഥയായിരിക്കും. താഴ്ത്തോട്ടുണ്ട്, താഴ്ത്തോട്ട് ഈ സെറ്റപ്പിൽ അങ്ങോട്ട്. ഗൈസ് നമ്മള് വെള്ളച്ചാട്ടം കഴിഞ്ഞു, നമ്മൾ പോയിക്കൊണ്ട് ഇനി ഒരു ഹണി മ്യൂസിയം കൂടി ഉണ്ട്. ഹണി മ്യൂസിയം കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പോണേ. ചെറിയൊരു മ്യൂസിയം ആണ്. വെള്ളച്ചാട്ടം കുഴപ്പമില്ല, രസമുണ്ട്. നമുക്ക് ജസ്റ്റ് ഒന്ന് കണ്ടിരിക്കാം, അല്ലാണ്ട് അവിടെ ഇറങ്ങാനോ അങ്ങനൊന്നും പറ്റില്ല. നമ്മള് വട്ടവട വിട്ടത് തിരിച്ചു പോവാണ്. വട്ടവടയില് ചെറിയൊരു കറക്കൊക്കെ കറങ്ങി നമ്മളല്ലേ. അതെ, ആ ഓട്ടോത്തെ ചേട്ടൻ അടിപൊളി ചേട്ടൻ, സതീഷ് ചേട്ടൻ ഭയങ്കര കമ്പനി ആയിരുന്നു, വർത്താനൊക്കെ പറഞ്ഞു. അതെ സത്യം. സതീഷ് ചേട്ടന്റെ ഓട്ടോ തപ്പിയാ മതി, സതീഷ് ചേട്ടനെ വിളിച്ചാ മതി. ഇവന്റെ പേര് പറഞ്ഞു കഴിഞ്ഞാൽ സൈഡിൽ പോലും ഇരുത്തില്ല. അപ്പൊ നമ്മള് ഇവിടെ നിന്ന് ഇറങ്ങാണ്. ഇനി നേരെ മൂന്നാർ. ഫോണിന്റെ ചാർജ് ഒക്കെ കഴിഞ്ഞു. നേരെ മൂന്നാർ പോയിട്ട് ഭക്ഷണം കഴിക്കണം. പോണ വഴിക്ക് ഭക്ഷണം കഴിക്കണം. മൂന്നാറിൽ എത്തിയിട്ടേ കഴിക്കണുള്ളൂ. അത് കഴിഞ്ഞിട്ട് പിന്നെ ചെലപ്പോ ഒന്ന് സിനിമയ്ക്ക് കയറല്ലേ. മൂന്നാറത്തെ തിയേറ്റർ എങ്ങനെയുണ്ടെന്ന്. തിയേറ്റർ തപ്പാം, വലിയ പിടിയില്ല. ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇന്ന് തന്നെ നടികർ കണ്ട് റിവ്യൂ കൂടെ ഉടനടി. നമുക്ക് ബാക്കി കാര്യങ്ങള് പറഞ്ഞ വഴിയിൽ നോക്കാം. ഓക്കെ, ഹായ് ഗായ്സ്. നമ്മളെ വട്ടവടയിൽ നിന്ന് പോണ വഴിക്ക് ചെറിയ ഒരു തേയിലത്തോട്ടം, ചെറുതല്ല വലുതാണ്, കുറെ ഉണ്ട്. അപ്പൊ നമ്മള് ജസ്റ്റ് ഒന്ന് കയറി 2 ഫോട്ടോ എടുക്കാന്ന് വിചാരിച്ചു. ഓരോ മൂലയ്ക്ക് ഓരോരുത്തരും നിൽക്കുന്നുണ്ട്. നമ്മൾ ഇവിടെ ഒന്ന് നൈസായിട്ട് ഒതുക്കി 2 ഫോട്ടോ ഒക്കെ എടുത്ത് പോവാം. നമ്മള് വരുമ്പോ ഒരൊറ്റ വണ്ടികളും ഇല്ലാത്ത സ്ഥലമായിരുന്നു നമ്മളുടെ എക്കോ പോയിന്റ്. അപ്പൊ ഫുൾ തിരക്കാണ്. നമ്മള് നേരത്തെ വന്ന കാരണം നമുക്ക് ആരും അങ്ങനെ വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ല, തിരക്കൊന്നും ഉണ്ടായില്ല. നമ്മള് പോയി കണ്ടു, അടിപൊളിയാക്കി പോന്നു. ഇവിടെ ഇപ്പൊ ഭയങ്കര തിരക്കാ, ഫുള്ള് അപ്പുറത്തും ഇപ്പുറത്തും വണ്ടികളാണ്. ഹായ് ഗൈസ്, നമ്മള് വട്ടവടയിൽ നിന്ന് വന്നു, ഒന്ന് ഫുഡൊക്കെ കഴിച്ചു, ഫോണൊക്കെ ഒന്ന് ജസ്റ്റ് ചാർജ് ചെയ്തു. അതായത് ചുമ്മാ ഇങ്ങനെ ഇറങ്ങിക്കുക. നമുക്ക് 5 മണി കഴിയാണ്ട് KSRTC ലോഡ്ജില് ഡെപ്പോയില് നമുക്ക് റൂം കിട്ടില്ല. 5 മണി കഴിഞ്ഞാലേ നമുക്ക് അവിടെ ബുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. നമ്മൾ ജസ്റ്റ് ഒന്ന് ഇറങ്ങിയേക്കാണ്. അവിടെ എന്തായാലും നമ്മൾ തിരിച്ചങ്ങോട്ട് തന്നെയാണ് പോണേ. അപ്പോൾ ജസ്റ്റ് ഇവിടെ അടുത്തൊരു തേയിലത്തോട്ടം, ചെറിയൊരു മലയൊക്കെ ഉണ്ട്, കാണാമെന്ന് വിചാരിച്ചു ഇറങ്ങിയേക്കാം. നമുക്ക് ജസ്റ്റ് ഒന്ന് പോയി നോക്കാം. നമ്മൾ പോണത് നേരെ ആ മലയുടെ മുകളിലേക്ക്. പക്ഷെ ആ മലയുടെ മുകളിലേക്കൊന്നും കയറാൻ പറ്റില്ല. നമ്മൾ ജസ്റ്റ് ഇതിൻ്റെ താഴേക്ക് ഒന്ന് പോയി കണ്ടു വരുള്ളൂ. കാരണം ഇത് പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ്, അങ്ങോട്ട് കടക്കാൻ പാടില്ല എന്നവിടെ ബോർഡ് എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷെ ഈ ഒരു വഴി കണ്ടായിരുന്നു നമ്മൾ ജസ്റ്റ് പോകുന്നത്. നല്ല രസം. അവിടെ പോയി നമുക്ക് ഇരുന്ന് എന്തൊക്കെയാണ് അവിടെ നിന്ന് കാണുന്നത് നമുക്ക് കണ്ടിട്ട് വരാം. അങ്ങോട്ട് നോക്കിയാ ഫുട്ബോൾ മൈതാനം കാണാൻ പറ്റും. ഗൈസ്, അവിടെ ഫുട്ബോൾ നടക്കുന്നുണ്ട്. ഇതാണ് നമ്മളുടെ ഈ ഇപ്പൊ നമ്മള് നിന്ന സ്റ്റേയുടെ തൊട്ടടുത്തുള്ള ഒരു തേയിലത്തോട്ടം. അതിന്റെ മുകളിലൊരു അമ്പലമുണ്ട്, നിങ്ങക്ക് കാണാൻ പറ്റുമോന്ന് അറിയില്ല. അതേ അവിടെ ഒരു അമ്പലമുണ്ട്, അതിന്റെ ഒരു സ്റ്റെപ്പ് ഇതേ ഇങ്ങനെ കയറാൻ വയ്യാതെ പറഞ്ഞാൽ ഞങ്ങള് കയറാൻ നിന്നില്ല. ഇനി ഇത് ഏതാ അവിടെ ഒരു അടിപൊളി ഗ്രൗണ്ട് മോനെ, ഗംഭീര ഗ്രൗണ്ട്. അവിടെ കാണാൻ പറ്റുമെന്ന് വിചാരിക്കണു. ഒരു അടിപൊളി ഗ്രൗണ്ട് ഉണ്ട്, നമ്മൾ അങ്ങോട്ടാണ് ഇനി പോണം. ജസ്റ്റ് ഗ്രൗണ്ടിൽ പിള്ളേര് കളിക്കണ്ടായിരുന്നു, ജസ്റ്റ് കണ്ടിട്ട് വരാം. ഞങ്ങള് തിരിച്ച് KSRTC പോലെ വന്നു. ഫുഡ് കഴിക്കാൻ വേണ്ടി ഞങ്ങളിപ്പോ ഇറങ്ങാം. ഒന്ന് ഫ്രഷ് ആയി കുളിച്ച് റെഡിയായി ഫ്രഷ് ആയത് നമ്മുടെ ബിലാലിക്ക ആയോ തൊപ്പുരി. അത് കഴിഞ്ഞ് നമ്മള് തൊട്ട് നേരെ ഓപ്പോസിറ്റ് ചെറിയൊരു തട്ടുകട സെറ്റപ്പ് ഉണ്ട്, നമ്മൾ അങ്ങോട്ട് പോവാം. ഫ്രൈഡ് റൈസോ അങ്ങനെ എന്തെങ്കിലും. അതെ, ലൈറ്റ് ആയിട്ട് എന്തെങ്കിലും കഴിക്കാം. ലൈറ്റ് ആയിട്ട് ഒരു ചിക്കൻ ബിരിയാണി അല്ലേ. ഇതൊക്കെ നോക്കിയേ ഗൈസ്, നോക്കിയേ. ഗുഡ് മോർണിംഗ് ഗൈസ്. ഞങ്ങള്
രാവിലെ നേരത്തെ എണീറ്റ് കുളിയൊക്കെ കഴിഞ്ഞ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവാ. ഇന്ന് ഞങ്ങള് മൂന്നാറിന്ന് ഇറങ്ങുക. വേഗം തന്നെ ഈ തണവിൻ്റെ ഇടയിൽ കൂടെ ഇറങ്ങാനുള്ള പ്ലാനാണ്. വൈകിക്കാൻ നിൽക്കണില്ല, വേഗം ഇറങ്ങാൻ ഉള്ള ഒരു മൈൻഡിലാണ്. അപ്പോൾ നേരത്തെ എണീറ്റു ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടി ഇതേ പോകും. ഇന്നലെ നെയ് റോസ്റ്റ് അടിച്ച് അതേ കടയ്ക്ക് തന്നെ പോകണം. നെയ് റോസ്റ്റ് വേറെ മൂടി. അതായത് ഞങ്ങൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുക അല്ലേ. മറ്റൊരു പോരും, മറ്റൊരു 2 പേര് പോരും. ഗൈസ് നമ്മളുടെ ട്രിപ്പ് ഇവിടെ അവസാനിക്കുകയാണ്. നമ്മളിവിടുന്ന് ഇറങ്ങാൻ പോവാ. അതെ, ഇനി നേരെ തൃശ്ശൂർക്ക്. ഒറ്റ മൈൻഡ് നേരെ വീട്ടിലേക്ക്. അപ്പോ നമ്മളുടെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യുക. അതെ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുക. എല്ലാവർക്കും അയച്ചു കൊടുക്കുക. വൈബല്ലേ ഇതൊക്കെ അല്ലേ. പിന്നെ നിങ്ങൾ എന്തായാലും മൂന്നാർക്ക് വരികയാണെങ്കിൽ ഇവിടെ സ്റ്റേ നോക്കിക്കോ. ഇവിടെ അടിപൊളിയാണ്, പൈസയൊക്കെ കുറവാണ്, അത്യാവശ്യം ക്ലീനുമാണ്. അപ്പോൾ ഓക്കെ ഗൈസ്, പുതിയൊരു വീഡിയോ വരാം. ഓക്കെ, ബൈ.